അതിവിടെ വേണ്ട. പിന്നെ ഞങ്ങൾ കേരളത്തിൽ ഇനിയും നിങ്ങളുടെ ആശയങ്ങൾക്കെതിരെ ശക്തമായി ഞങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ പിന്നാലെ ഞങ്ങൾ ഉണ്ടാകും. വളരെ കൃത്യമായി ഞങ്ങൾ പറയും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ആ വിഷയത്തിലൊന്നും പറഞ്ഞു വെക്കേണ്ടതില്ല. നിങ്ങൾ പറഞ്ഞ വിഷയത്തിന് ഞങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു തന്നു. ഇല്ല, ഞങ്ങൾ പറഞ്ഞ വിഷയം അതെ ഒന്നാമത്തത് എഴുതിക്കോ, രണ്ടാമത് ഇൻഷാ അല്ലാഹ് നമ്മൾ തയ്യാറാണ്. ജിന്ന് മലക്ക് അത് ഇസ്തിഗാസ നടത്തൽ ശിർക്കാകുന്നത് എപ്പോൾ ആവൂല, ഞങ്ങൾ കൃത്യമായി പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. പിന്നെ കാര്യകാരണ ബന്ധങ്ങളുമായി ബന്ധപ്പെടുത്തി ഞാൻ പറഞ്ഞു തന്നു. അതാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി 2 തരം വേർതിരിവ് നടത്തിയത്. അത് അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് മറ്റുള്ളവരോട് ചോദിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ഇനി നേരത്തെ പറഞ്ഞതുപോലെ സംവാദത്തിന്റെ ഒരു അർദ്ധ സെഷൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഓഡിയൻസ് ഇതുവരെ എല്ലാവരും ഇരിക്കണം. ഓഡിയൻസ് ഇതുവരെ കാണിച്ച അച്ചടക്കം തുടർന്നും കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചില നേരത്തെ പറഞ്ഞതുപോലെ ചില അസ്വരാസ്യങ്ങൾ ഓഡിയൻസിൽ നിന്നും ദർശിക്കാനാവുന്നുണ്ട്. അതൊരു നല്ല ലക്ഷണമായി നാം കരുതുന്നില്ല. എന്തായാലും ഇനി മുജാഹിദ് വിഭാഗത്തിന് ചോദ്യം ചോദിക്കാനും സുന്നി വിഭാഗത്തിന് ഉത്തരം പറയാനുമുള്ള സമയമാണ്. ചോദ്യത്തിന് 3 മിനിറ്റ് സമയവും ഉത്തരത്തിന് 4 മിനിറ്റ് സമയവുമാണ്. വിഷയത്തിൽ നിന്ന് പൂർണ്ണമായ വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും തന്നെ ആകാൻ പാടുള്ളൂ എന്ന് ഒരു വിഭാഗത്തെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. സുന്നി മുജാഹിദ് വിഭാഗത്തിന് ചോദ്യങ്ങൾ തുടങ്ങാം. ചോദ്യം 1. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞ 1 മണിക്കൂറിലധികം കൃത്യമായ ചോദ്യോത്തരമാണ് ഒരു ഭാഗത്ത് നടന്നത്. ഇനി മുജാഹിദ് പക്ഷത്തു നിന്നുള്ള ചോദ്യമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് ഞങ്ങളുടെ ചോദ്യം. എന്റെ വഫാത്തിന് ശേഷം നിങ്ങൾക്ക് വല്ല ആവശ്യവും നേരിട്ടാൽ അത് സഫലീകരിക്കുന്നതിന് നിങ്ങൾ എന്നെ വിളിച്ച് ഇസ്തിഗാസ നടത്തിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വല്ല സ്വഹീഹായ ഹദീസും ഉദ്ധരിക്കാമോ? ചോദ്യം ഒന്നും കൂടെ ഞാൻ പറയാം. എന്റെ വഫാത്തിന് ശേഷം നിങ്ങൾക്ക് വല്ല ആവശ്യവും നേരിട്ടാൽ അത് സഫലീകരിക്കുന്നതിന് നിങ്ങൾ എന്നെ വിളിച്ച് ഇസ്തിഗാസ നടത്തിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വല്ല സ്വഹീഹായ ഹദീസും ഉദ്ധരിക്കാമോ? ഇവിടെ നമ്മളെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ശരിക്ക് നമ്മളെ വിഷയം സ്വഹീഹായ ഹദീസുകളാണ് വിഷയം. എന്തെങ്കിലും ഒന്നും എടുത്തിട്ട് വായിച്ചിട്ട് പോകാൻ പറ്റൂല. അങ്ങനെയല്ലല്ലോ നമ്മളെ വിഷയം. കൃത്യമായ സ്വഹീഹായ പരമ്പരയിലൂടെ വന്നത്. ശരിക്ക് സ്വഹീഹായ ഹദീസുകൾ വായിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു. ഞാൻ നേരത്തെ തന്നെ എന്റെ വിഷയാവതരണം മുതൽ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ആശയമാണത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അല്ലാഹുവിനോട് മാത്രമാണ് ഇസ്തിഗാസ നടത്താറുള്ളത്. ഞങ്ങൾ അല്ലാഹു അല്ലാത്ത ഒരാളോട് ഇസ്തിഗാസ നടത്തുന്നത് വെച്ചാൽ അല്ലാഹുവിനോട് ചോദിക്കേണ്ട കാര്യം അല്ലാഹുവിനോട് മാത്രമേ ഞങ്ങൾ ചോദിക്കാറുള്ളൂ. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചെന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള വിഷയം എന്ത് പ്രയാസമുണ്ടായാലും വിഷമഘട്ടങ്ങളിലും അല്ലാഹുവിനോട് ചോദിക്കണമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ സ്വഹാബികളും താബിഈങ്ങളും വന്ന അതേ മാർഗത്തിലൂടെയാണ് നമ്മൾ കൃത്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഇൻഷാ അല്ലാഹ് അതിന് ശേഷം ഓരോന്നായിട്ട് നമുക്ക് ഒന്നാമത്തെ മറുപടി കിട്ടിയാൽ അടുത്ത ചോദ്യം, അങ്ങനെ ഓരോന്നായിട്ട് വരും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വീണ്ടും ഞാൻ പറയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിന് ശേഷം നിങ്ങൾക്ക് വല്ല ആവശ്യവും നേരിട്ടാൽ അത് സഫലീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്നെ വിളിച്ച് ഇസ്തിഗാസ നടത്തിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വല്ല സ്വഹീഹായ ഹദീസും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു വിഷയം ഉദ്ധരിക്കാൻ പറ്റുമോ എന്നതാണ് നമ്മളുടെ ചോദ്യം. അതുകൊണ്ട് കൃത്യമായ മറുപടി നമുക്ക് ഈ വിഷയത്തിൽ ലഭിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ നമുക്ക് കാണാൻ എല്ലാരെയും കാണുന്ന എല്ലാവരെയും വിളിച്ച് പ്രാർത്ഥിക്കലുണ്ട്. വൈദേശികനെ വിളിക്കലുണ്ട്, റിഫായിശികളെ
കാണുന്നതല്ല, മരണപ്പെട്ടു മഹാന്മാരെല്ലാരെയും ആരെയും വിളിച്ച് പ്രാർത്ഥിക്കാവുന്ന തരത്തിലെന്ന് മാത്രമല്ല അവർക്ക് അതിനുള്ള പ്രത്യേകമായ കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടി വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നബിയല്ല അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ചോദ്യം വളരെ കൃത്യമായിട്ടുണ്ട്. കേട്ടോളൂ, മറുപടി വളരെ കൃത്യമാണ്. ഞങ്ങളത് വിഷയത്തിൽപ്പെട്ടതല്ലാന്ന് പറയൂല, കാരണം ഞങ്ങളുടെ കയ്യിൽ അതിന് മറുപടി ഉണ്ട്. അൽഹംദുലില്ലാഹ് നല്ല ഒരു സന്ദർഭമാണ്. ഇപ്പോ കാര്യകാരണ ബന്ധം പൊളിഞ്ഞു, എല്ലാം പൊളിഞ്ഞു. പിന്നെ അത് ശിർക്കല്ല എന്നതാണ് ഞങ്ങളുടെ വാദം. ആ വാദത്തിന് തെളിവ് പറയേണ്ടതില്ല എന്നാണ് നിങ്ങളുടെ പുതിയ ഇസ്ലാഹ് മാസികയിൽ നിങ്ങൾ എഴുതിയിട്ടുള്ളത്. തെളിവെന്ന് പറയേണ്ട കാര്യമില്ല. അത് ഞങ്ങൾ ആദ്യം ഒന്ന് രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, ശിർക്കല്ല എന്ന് പറയുന്നവന് തെളിവ് പറയേണ്ട ആവശ്യമില്ല. അൽ ബയ്യിനത്തു അലൽ മുദ്ദഈ, തെളിവ് പറയേണ്ടത് ആരാണ്? അത് ശിർക്കാണ് എന്ന് പറയുന്നവരാണ് എന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ട്. നിങ്ങളെ വകയിൽ ഞാൻ വെറുതെ പറഞ്ഞൊന്നല്ല, നിങ്ങൾ എഴുതിയത് തന്നെയാണത്. അതുകൊണ്ട് നിങ്ങൾ അതിനെന്തായാലും മറുപടി പറയണം. ഇത് നിങ്ങൾ ഇസ്ലാഹല്ലേ? നിങ്ങളെ ചോദ്യം തന്നെ പോ. ഇതിന്റെ 67ാമത്തെ പേജ് ഏതാ ഇസ്ലാഹ്? ശരിക്കും കേട്ടോ, നിങ്ങൾ ജനുവരി 2013 ഒക്കെ ലേറ്റസ്റ്റ്. നിങ്ങൾ ഓരോന്ന് എഴുതി തരും ഞങ്ങൾക്ക്. 67ാമത്തെ ഇത് ജനങ്ങളൊന്ന് പഠിക്കണം. നിങ്ങളെ ഈ തെളിവ് ചോദിക്കൽ തന്നെ പോയതാ. 67ാമത്തെ പേജ് പഠിച്ചോ, ഞങ്ങൾ വായിച്ചു തരാം. നിങ്ങളാണ് പറയുന്നത്. കേട്ടോളൂ 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 കേട്ടോ. ഞങ്ങൾ പറഞ്ഞില്ല, ജിന്നിന്റെ വിഷയത്തിലാട്ടോ പറയുന്നത്. ജിന്നിനോട് തരാൻ ശിർക്കല്ലാന്ന് പോലെ, ശിർക്കല്ലാന്ന് കായക്കൊടി, ആ ശിർക്കാണെന്ന് കായക്കൊടി ശിർക്കല്ലാന്ന് പോലെ. അപ്പൊ ശിർക്കല്ല എന്ന് പറയുന്നവരോട് കായക്കൊടി തെളിവ്. അപ്പൊ പറയാണ്, കേട്ടോളൂ കേട്ടോളൂ, വാസ്തവത്തിൽ ഹാജരായ ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാലും ശിർക്കാണെന്ന് പറയുന്നവരാണ് ആയത്തും ഹദീസും കൊണ്ടുവരേണ്ടത്. എന്നാൽ KJU ഫത്വയിൽ ഇക്കാര്യം തെളിയിക്കുന്ന ഒരൊറ്റ ആയത്തോ ഹദീസോ കൊണ്ടുവന്നിട്ടില്ല. ശിർക്കല്ല എന്നതിനുള്ള തെളിവ് ശിർക്കല്ല എന്നതു തന്നെയാണ്. എന്തുകൊണ്ടാണ് ശിർക്കായി എന്ന് പ്രമാണങ്ങൾ തിരിച്ച് അത് പറയുന്നവരാണ് തെളിയിക്കേണ്ടത്. അത് എഴുതുമ്പോ നോക്കണം, പൂർത്തി ഞങ്ങളാണ്. മനസ്സിലായല്ലോ? ഇനി തെളിവാണ് ഞങ്ങൾ തെളിവ് പറയും. അതെന്തിനു വേണ്ടി? അത് ജനങ്ങൾക്ക് വേണ്ടി. കേട്ടോ, നിങ്ങളെ ചോദ്യം എന്നോട് വിഷമഘട്ടത്തിൽ ചോദിക്കാമെന്ന് നബി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിക്കൊണ്ട് തന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ പോരെങ്കിൽ ഞാൻ ഹദീസിലേക്ക് തന്നെ വരാം. കേട്ടോളൂ, ഞങ്ങൾ ഇന്നമവലിക്കുന്ന നേരത്തെ പറഞ്ഞു, അത് വിട്ടിട്ടില്ല. അത് മൊത്തമായ തെളിവാണ്. അടുത്ത തെളിവ് കേട്ടോ, സൂറത്തുൽ അഹ്സാബിന്റെ 6ാമത്തെ ആയത്ത്, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പഠിച്ചോളൂ, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, മുഅ്മിനീങ്ങൾ അവരുടെ ശരീരത്തേക്കാൾ കടമപ്പെട്ടവരാണ് ത്വഹ റസൂലുള്ളാഹി. അത് 2 രൂപത്തിലാണ്. പഠിച്ചോ. ഒന്ന് നബിയിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടാനുള്ളത്, ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കാനുള്ളത്. അതിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ് നമ്മുടെ ബുദ്ധിമുട്ടിന്റെ സമയത്തിലും വിഷമഘട്ടത്തിലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടലും അവരോട് ഇസ്തിഗാസ ചെയ്യലും. അപ്പൊ ഖുർആനിൽ ഇനി പറയണ്ട, അർത്ഥം എന്തൊക്കെ വെക്കുക? ഉമർ റളിയല്ലാഹുവിന്റെ ഗീറത്തിന് അർത്ഥം വെച്ചതാ. എന്ത് പരിക്ക സ്വഭാവം, ചങ്ങാതിമാരായിട്ട് സ്വഭാവമല്ല, കർശന നിലപാടുള്ള ആളുന്ന. പഠിച്ചോ, എന്തെങ്കിലും പറയുന്ന കർശന നിലപാട്, അതിനോട് യോജിച്ചു പോകാൻ പ്രയാസവും. അത് ഏത് മണ്ണിലുണ്ടാകുന്നതാണ്. കാരണം അത്രയും വലിയൊരു മനുഷ്യനോട് അത് പാലിക്കാൻ കഴിയോ? അത് എന്നിട്ട് അത് ചക്കെന്നൊക്കെ ആക്കി മാറ്റിയിട്ട് ഓന്റെ ചങ്ങാതിമാരെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഓയത്തം പറയുന്നതിന് വേണം. പിന്നെ ഇങ്കിത്ത ഞങ്ങൾ വിശദീകരിച്ചു. 3 ആളുള്ള ഒരു സംഭവത്തിൽ ഒരാളെ കണ്ടാൽ തന്നെ എന്ത് മതി? അവിടെ സനത് മുറിയില്ല. പഠിച്ചിട്ട് പറഞ്ഞു കൊടുത്താ പോരെ? എങ്ങനെ ഉണ്ടായിരുന്നു? ആയിഷാബി പറഞ്ഞു കൊടുത്താ പോരെ? മൃതങ്ങൾ തന്നെ പറയണമെന്നില്ലല്ലോ. അതൊക്കെ ഒന്ന് പഠിച്ചു വാ. ഇരിക്കട്ടെ, ചോദ്യത്തിന് ഞങ്ങൾ മറുപടി പറഞ്ഞു. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് സൂറത്തുൽ അഹ്സാബിലെ 6ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, നമ്മുടെ ശരീരത്തെക്കാൾ അല്ലാഹുവിന്റെ ഹബീബ് നമ്മളോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ ബന്ധപ്പെട്ട് കിടക്കുന്ന 2 രൂപത്തിലാണ്. ഏതാണ് ഈ 2 രൂപം? രണ്ടും വിശദീകരിച്ചു. അപ്പൊ എന്റെ ചോദ്യം എന്തായിരുന്നു? നിങ്ങൾ ആയത്ത് ഞാൻ പിന്നെ ചോദിക്കും ഇൻഷാ അല്ലാഹ്. അത് ചോദിച്ചതല്ലേ മറുപടി. ആയത്തുണ്ടോന്ന് നമ്മൾ ചോദിക്കും. അപ്പൊ പറഞ്ഞത് റെഡിമെയ്ഡ് കാച്ചണ്ട.
പഠിച്ചു വെച്ചത് കാച്ചണ്ട. ആദ്യം നമ്മൾ ചോദിക്കും ആയത്തുണ്ടോ എന്ന് ഞാൻ ചോദിക്കും. അപ്പൊ ആയത്ത് പറഞ്ഞാൽ മതി. ഇപ്പൊ എന്റെ ചോദ്യം എന്താണ്? എന്റെ വഫാത്തിന് ശേഷം നിങ്ങൾക്ക് വല്ല ആവശ്യവും നേരിട്ടാൽ അത് സഫലീകരിക്കുന്നതിന് നിങ്ങൾ എന്നെ വിളിച്ച് ഇസ്തിഗാസ നടത്തിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വല്ല ഹദീസും സ്വഹീഹായ ഹദീസും ഉണ്ടോ എന്നാ ചോദ്യം. വല്ല ഹദീസും സ്വഹീഹായി വന്നിട്ടുണ്ടോ? ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നെ വിളിച്ച് ഇസ്തിഗാസ നടത്തിക്കോളൂ എന്ന് പറയുന്ന ഒരു വാചകം അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ലേ? അത് സ്വഹീഹായ പരമ്പരയിലുണ്ടോ? സ്വഹീഹായ ഹദീസാണ് ഞാൻ ചോദിച്ചത്. ആയത്തുണ്ടോ ഇല്ലേ നമ്മൾ അടുത്ത് വരുന്നുണ്ട്. ഇപ്പൊ തന്നെ കാച്ചിക്കളയണ്ട, അത് വിഷയം വേറെ വരുന്നുണ്ട്. ആയത്തിലുണ്ടോ ഇല്ലേ? നിങ്ങൾ ഉദ്ധരിച്ച ആയത്ത് എന്താണ്? ആ ആയത്തിന്റെ വിശദീകരണം നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. അപ്പം ആയത്ത് വരുമ്പോ പറയാം. ഇപ്പൊ ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ് എന്റെ ചോദ്യം. ആ വിഷയം ചോദിച്ചിട്ട് അതിനാണ് മറുപടി പറയേണ്ടത്. പരിശുദ്ധ ഖുർആനിലുള്ള ആയത്തുകൾ ധാരാളം വിഷയങ്ങളൊക്കെ ഉണ്ട്, അത് വരട്ടെ. അപ്പൊ നമ്മൾ ഇൻഷാ അല്ലാഹ് മറുപടി പറയാം. ഇപ്പോ സ്വഹീഹായ ഹദീസ് കൊണ്ടുവരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ വഫാത്തിന് ശേഷം നിങ്ങൾ എന്നെ വിളിച്ച് ഇസ്തിഗാസ നടത്തിക്കോളൂ. നിങ്ങൾക്ക് വല്ല ആവശ്യം നേരിട്ടാൽ അത് സഫലീകരിക്കുന്നതിന് വേണ്ടി എന്നോട് നിങ്ങൾ ഇസ്തിഗാസ നടത്തിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ സ്വഹീഹായ പരമ്പരയിലൂടെ ഉദ്ധരിക്കുന്ന ഹദീസ്, ആ ഹദീസ് കൊണ്ടുവരിക. ഇനി നേരത്തെ പറഞ്ഞെന്താ? പരുക്കൻ ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ കർശന നിലപാടുള്ളതാണ്. അതിന്റെ അടുത്ത വാക്ക് എന്താ? എനിക്കിഷ്ടം എന്റെ മേൽ സമ്പത്ത് ചൊരിഞ്ഞു തരുന്ന പുരുഷനാണ്. സമ്പത്ത് ചൊരിഞ്ഞു തരുന്ന പുരുഷൻ അടുത്ത വാക്ക്. അപ്പൊ എന്ത് മനസ്സിലായി? അതിപ്പുറത്ത് എന്ത് മനസ്സിലായി? അതാ പഠിക്കേണ്ടത്. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ അത് മനസ്സിലാക്കിയില്ല. അപ്പൊ എന്താ പറഞ്ഞ? എനിക്ക് റളിയല്ലാഹു അൻഹു പരുക്കൻ സ്വഭാവം, പരുക്കൻ ജീവിതം നയിക്കുന്ന ആളാണ്. എനിക്ക് വേണ്ടത് എന്റെ മേൽ ദുനിയാവ് ചൊരിഞ്ഞു തരുന്ന ഒരു യുവാവിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഉമ്മു കുൽസൂം ബീവി പറഞ്ഞിട്ടുണ്ട്. ആ വിഷയമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പറയാണ് ഞാനത് പഠിച്ചിട്ടില്ല. അടുത്ത വാക്ക് പറ. അടുത്തെന്താ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ വർത്താനൊന്നും പറയാൻ നിൽക്കേണ്ടതില്ല. നിങ്ങൾ ആ പറഞ്ഞ വിഷയത്തില് ആ സംഭവം ഉദ്ധരിക്കുന്നതിന്റെ സനദിൽ ഇൻഖിതാഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയെ കണ്ടോ, ഉമ്മു കുൽസൂം ബീവിയെ കണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ ചർച്ച. ആ സംഭവം ഉദ്ധരിക്കുന്ന വിഷയം, അതിൽ ആ സംഭവം ഉദ്ധരിക്കുന്ന ആള് ഉമർ റളിയല്ലാഹു അൻഹു കണ്ടിട്ടില്ല. അതാണ് ഇൻഖിതാഅ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വിഷയം കൃത്യമാണ്. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങനെ ഉദ്ധരിക്കുന്ന ഒരു സ്വഹീഹായ ഹദീസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പരിശോധിക്കാം. അതിനുശേഷം ഇൻഷാ അല്ലാഹ് അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പൊ എന്റെ അടുത്ത ചോദ്യം വരും. ഉണ്ടെങ്കിൽ ആ ഹദീസ് ഉദ്ധരിച്ചാൽ മതി. ആ ഹദീസ് ഉദ്ധരിച്ചാൽ ആ ഹദീസിലുണ്ടോ ഇല്ല നമുക്ക് പരിശോധിക്കാം. ഒരാള് 1000 രൂപ കടം ചോദിച്ചു. അപ്പൊ 10,000 തന്നെ കൊടുത്താലോ? അത് പറ്റൂല എന്നാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ആയത്ത് ഓതി തന്നത് നിങ്ങൾ എവിടുന്ന് വരിക? പിന്നെ വേറെ ആരും ഓതി തന്നതാ? ആയത്തിൽ ഞങ്ങൾ പറഞ്ഞല്ലോ. ഹദീസ് വായിച്ചപ്പോ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിലൂടെ ഓതി തന്നു എന്നാ പറഞ്ഞേ. പഠിച്ചോ നിങ്ങൾ. അപ്പൊ ആയത്ത് പറ്റാത്ത ആൾക്കാരെ കഥ. പിന്നെ ദുനിയാവ് ചേർന്നേരാൻ ഹലാലായ പൈസ ഉണ്ടാവുന്ന മോശമുള്ളായിരുന്നല്ല പഠിച്ചു ജോലി. അതിപ്പോ സാധാരണ നമ്മൾ പറയില്ല, മകൾ കല്യാണം അന്വേഷിക്കുമ്പോ നമ്മളെ സമ്പത്തിനോട് ചോദിച്ച ആളാണോ അപ്പൊ കുറ്റ എന്തായി ചങ്ങാതി പറയുന്നത്? അപ്പോ ഒരു ബോധയാക്കില്ല. ഇങ്കിത്താക്ക് ഏത് പണ്ഡിതൻ പറഞ്ഞു ഒരു സംഭവത്തിൽ 4 ആളുണ്ടെങ്കിൽ 4 ആളെയും കാണണം, അല്ലെങ്കിൽ ഇങ്കിത്ത ആണെന്ന് ഏത് ഉസൂലിന്റെ നിയമത്തിലാണ് കൊണ്ടുവരണങ്ങളത്? 4 ആള് തമ്മിൽ ഒരു സംഭവം നടന്നാൽ അതിൽ ഒരാളെ കണ്ടാ പോരാ, 4 ആളെയും കാണണം, അല്ലെങ്കിൽ ഇങ്കിത്താണ്ട് ഏത് ഉസൂലാണ് ആ ഉസൂൽ കൊണ്ട് വായിക്കും. നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കല. അപ്പൊ കേട്ടോ, ഞാൻ പറയുന്നു, ഞങ്ങളത് ആവർത്തിക്കുന്നു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾ പഠിക്കട്ടെ, ആളുകൾ അറിയട്ടെ, ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവ് ത്വാഹ റസൂലുള്ളാഹി നബി തങ്ങൾ ഓതി കൊടുക്കുന്നു. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ സഹായം എല്ലാം സ്വീകരിക്കാനും തരാനും കഴിവുള്ള ആളാണ്. ഇനി പഠിച്ചോ, അത് ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല. ഇത് ഇമാം മാവർദിയുടെ അന്നുഖത്ത് വൽ ഉയൂൻ എന്ന തഫ്സീർ പഠിച്ചോളൂ. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അന്നഹു ഔലാ ബിഹിം ഫീ ഖളാഇ ദുയൂനിഹിം വയസ്ആഫിഹിം ഫീ നവാഇബിഹിം. പഠിച്ചോ, അവർക്ക് അവസരം ഉണ്ടാകുമ്പോൾ, അവർക്ക് കടക്കണിയിൽ കുടുങ്ങുമ്പോൾ രക്ഷപ്പെടുത്താനുള്ള ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി.
ഖുർആനാണ് പറയുന്നത്. വഇസ്ആഫിഹിം ഫീ നവായിബിഹിം. ആപൽഘട്ടങ്ങളിൽ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ സഹായിക്കാനുള്ള ആൾ അതാണ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിച്ചോ, അറിഞ്ഞോ, മനസ്സിലാക്കിക്കോ. അപ്പൊ ഞങ്ങള് ഹദീസ് ചോദിച്ചോ, ഞാൻ പറഞ്ഞു ഖുർആൻ ഓതിയിട്ട് തന്നെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു എന്നല്ല, ഖുർആൻ ഓതി പറഞ്ഞിട്ടുണ്ട്. 100 ചോദിച്ചപ്പോ 1000 തന്നത്. പഠിച്ചു വെച്ചോ, ഖുർആനിലെ തെളിവ്. ഞങ്ങൾ ഇന്നമാരിക്കും തന്നെ തൊട്ടിട്ടില്ലട്ടോ, തൊടാൻ കഴിയൂല. ഇനി ഒരു ആയത്ത് ഓതി തന്നതാ, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അതിൽ സഹായം തേടാൻ തെളിവുണ്ടെന്ന് ഹിജ്റ 400-ൽ രചിക്കപ്പെട്ട തഫ്സീറുൽ മാവർദി. അപ്പൊ എന്തായി നിങ്ങളുടെ തെളിവ് പറയേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഔചാര്യം കൊണ്ട് പറഞ്ഞു, ഏറ്റവും 1-ാം ദർജയിലുള്ള എന്ന് പറഞ്ഞു. ഇനി എന്ത് പറയാനുണ്ട്? കാര്യകാരണ ബന്ധം എന്തായാലും പൊളിഞ്ഞല്ലോ. കാര്യകാരണ ബന്ധം നിലവിലില്ല. ഒരു പണ്ഡിതനെ ഉദ്ധരിക്കാൻ കഴിഞ്ഞോ? അഭൗതിക മാർഗത്തിലുള്ള സഹായം ഉദ്ധരിക്കാൻ കഴിഞ്ഞോ? നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, പഠിച്ചോ, അറിഞ്ഞോ, മനസ്സിലാക്കിക്കോ. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിയിട്ട് തന്നെ ജനങ്ങളോട് പറഞ്ഞു, ആവശ്യമായ ഘട്ടങ്ങളിൽ വിളിക്കാനുള്ള ആളാണ് ഞാൻ. അതാണ് അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പഠിച്ചോ, അറിഞ്ഞോ, മനസ്സിലാക്കിക്കോ. ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല, തഫ്സീർ വായിച്ചതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ആയത്ത് ഓതിയിട്ട് തന്നെ പറഞ്ഞു, നിങ്ങളെ കാര്യമാണ് ബന്ധം അവിടെ തകർന്നു കിടക്കുകയാണ്. പിന്നെ ജിന്ന് തൊട്ടിട്ടില്ല. ഞങ്ങളും ഒരു തമ്മിലെ വ്യത്യാസമുള്ളൂ. നിങ്ങൾ ജിന്നേന്ന് പറയുന്നു, നിങ്ങൾ ഔലിയാക്കൾ എന്ന് പറയുന്നു. ഔലിയാക്കളിൽ അമ്പിയാക്കളിൽ 1-ാമത്തെ ആള് ത്വഹ റസൂലുള്ളാഹി. ആ നബിയെ വശഘട്ടങ്ങളിൽ വിളിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നബി തങ്ങൾ ഓതി തന്നതാണല്ലോ. അതുകൊണ്ട് മൗലവി ആയത്തിന്റെ ഹദീസിന്റെ മുഴുവൻ പ്രമാണങ്ങളും ഞങ്ങളുടെ കൂടെ. ഇന്നമാ വലിയുക്കുമുള്ള തൊട്ടിട്ടില്ല. ഇല്ല, നിങ്ങൾക്ക് കഴിയില്ല. കഴിയാത്ത പണിക്ക് നിൽക്കരുത്. ഞങ്ങൾ മുസ്ലിം ലോകം മുഴുവനും അംഗീകരിച്ച മഹദിയായ ഉമ്മു കുൽസൂം ബീവി മുതൽ ലോകത്തെല്ലാവരും ചെയ്ത ഇസ്തിഗാഥ ആർക്കും തർക്കമില്ല. ഖുർആനല്ലേ പറഞ്ഞത്, വഇസ്ആഫിഹിം ഫീ നവായിബിഹിം. ഇപ്പോഴും ഹദീസ് വന്നില്ല. ഇപ്പോഴും ആയത്തുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ആയത്ത് ഞാൻ ഇൻഷാ അല്ലാഹ് ചോദിക്കാം. അതിനു മുമ്പ് ഹദീസ്, സ്വഹീഹായ ഹദീസാ ഞാൻ ചോദിച്ചത്. സ്വഹീഹായ ഹദീസ് കൊണ്ടുവരണം. എന്ത്? അതില്ല. പിന്നെ നിങ്ങൾ എന്താ മാവർദിയുടെ തഫ്സീർ വായിച്ചാലൊന്നും രക്ഷപ്പെടൂല. അതുകൊണ്ടൊന്നും പറഞ്ഞങ്ങ് രക്ഷപ്പെടാൻ പറ്റൂല. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾക്ക് പ്രിയപ്പെട്ട ആള്, സംശയമില്ലാത്ത വിഷയല്ലേ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങനെ തന്നെയാണ്. പ്രവാചകൻ വഫാത്തായാലോ അതിനാണ് ഹദീസ് പഠിക്കേണ്ടത്. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുകയാണ്. ഖാല, അതെ, ഇമാം ബുഖാരി പറയാണ്, അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറഅത്തുൻ. ഒരു പെണ്ണ് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. ഫകല്ലമതുഹു ഫീ ഷൈഇൻ. എന്നിട്ട് അവർ ഒരു കാര്യം റസൂലുള്ളാഹിനോട് സംസാരിച്ചു. ഫഅമറഹാ അൻ തർജിഅ ഇലൈഹി. റസൂലുള്ളാഹി പറഞ്ഞു, പോയിട്ട് ഒന്ന് മടങ്ങി എന്റെ അടുത്തേക്ക് വരണം, പോയിട്ട് മടങ്ങി വരണമെന്ന് പറഞ്ഞു. കാലത്ത് ആ സ്ത്രീ ചോദിച്ചു, യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ ജിഅതു വലം അജിദ്ക കഅന്നഹാ തുരീദുൽ മൗത്ത്. നബിയേ, ഞാൻ പോയിട്ട് മടങ്ങി വരുമ്പോ നിങ്ങളെ കണ്ടില്ലെങ്കിലോ, അഥവാ നിങ്ങൾ മരിച്ചു പോയാൽ എന്ത് ചെയ്യും? ഖാല ഇല്ലം തജിദീനി ഫഅതി അബൂബക്കറിൽ. അതെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് പോയിക്കോ. എന്നെ വിളിച്ച് തേടിക്കോളൂ എന്നല്ല, എന്നെ ഖബറിനടുത്ത് വന്നോളൂ എന്നല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അടുത്തേക്ക് പോയിക്കോളൂ. എന്നെ കണ്ടില്ലെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. കണ്ടോ? അപ്പൊ നിങ്ങൾ പറഞ്ഞ മാവർദിയുടെ തഫ്സീർ ആ വിഷയത്തിൽ വരുന്നില്ല. എന്തേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെയാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവൻ തന്നെയാണ്. ഒരു നേതാവിന്റെ പ്രവർത്തനതല്ലേ. ഒരു നേതാവിന്റെ അനുയായികൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഓടി നേതാവിന്റെ അടുത്ത് വരും. അത് സ്വാഭാവികമാണ്. അതിനൊന്നും ഇവിടെ ആർക്കും തർക്കമില്ലാത്തതാണ്. പക്ഷെ നിങ്ങൾ തെളിയിക്കേണ്ടതോ, നിങ്ങൾ തെളിയിക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ കണ്ടോ, ഉമർ റളിയല്ലാഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്തേക്ക് പോയിക്കോ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ. എന്തേ പറഞ്ഞില്ല റസൂലുള്ളാഹ്? ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, എന്നെ വിളിച്ചു തടിക്കോളി, എന്റെ ഖബറിന്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ കേൾക്കും, പറഞ്ഞോളി എന്നാണ് റസൂലുള്ളാഹ് പറഞ്ഞത്. പറഞ്ഞോ? ഇല്ല.
ഇമാം ബുഖാരി തന്റെ സഹീഹ് ബുഖാരിയിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുകയാണ്. അപ്പോ എന്ത് ചെയ്യണം? എന്റെ അടുത്ത് വരണം. അപ്പോ എന്റെ ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു. സ്വഹീഹായ ഹദീസ് ആയത്ത് ഞാൻ ചോദിക്കുമെന്ന് പറഞ്ഞു. ആയത്ത് പഠിപ്പിച്ചു എന്ന് പറയാൻ നിൽക്കണ്ട. മഹാഭാരതി പറഞ്ഞ റിപ്പോർട്ട് അതും ഇതിനെ ഈ പറഞ്ഞ വിഷയം എന്താണ് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അബൂബക്കറിനെ പോക്കുവോ എന്റെ അടുത്ത് വരണമെന്നല്ല. അപ്പൊ ആ വിഷയം സാധാരണ പ്രവാചകനുമായി ബന്ധപ്പെട്ട ചർച്ചയാണത്. ഇനി നിങ്ങൾ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. എന്നാ രണ്ടാമത്തെ ചോദ്യം കേട്ടോളൂ. 6200 ചില്ലുവാനം വരുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെല്ലാം സ്വീകരിച്ച സഹാബികൾ ബദരീങ്ങളുമായി ബന്ധപ്പെട്ടവരാണ്. അവർ ബദരീങ്ങളോട് തേടിയോ? എന്താ ഇപ്പോ നമ്മൾ പറഞ്ഞു കൊടുത്തപ്പോ അയാള് ലാസ്റ്റ് പറയാണ് അതൊക്കെ സംഭവം ശരിയാണ്, നബിയും നമ്മൾ അത്രയും പ്രിയപ്പെട്ടവരാണ്, പക്ഷെ അതൊക്കെ ജീവിതകാലത്താണ്. ഞാൻ ചോദിക്കുന്നു, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന് പറഞ്ഞ ആയത്ത് റസൂലുള്ളാഹി തങ്ങളുടെ മരണശേഷം വഫാത്തിന് ശേഷം ബാധകമല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? സമൂഹത്തോട് പഠിപ്പിച്ചു കൊടുക്കും. അബൂബക്കർ തങ്ങൾ എടുത്തു പോയിക്കോളൂ എന്ന് പറഞ്ഞു. ചങ്ങാതിമാരെ പഠിച്ചോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഭരണം നടത്തിയ ആളാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. പഠിച്ചോളൂ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ അവിടെ പഠിപ്പിക്കുന്ന ആ പെണ്ണിന് എന്താണെന്നറിയോ? എന്റെ ശേഷം എന്റെ സ്ഥാനത്ത് ഭൂമിയിലുള്ളത് സിദ്ദീഖ് തങ്ങളാണ്. അപ്പൊ ജീവിതകാലത്ത് തന്നെ ഒരാളെ കാണണമെന്നാണോ താല്പര്യം? പോയിക്കോ അബൂബക്കർ തങ്ങളുടെ അടുത്ത്. അതിനാർക്കും അവിടെ തർക്കം? ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു അബൂബക്കർ തങ്ങളുടെ അടുത്ത് പോകാൻ പാടില്ല? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, വിഷയം വളരെ കൃത്യമാണ്. രണ്ടും ചെയ്യാം. അബൂബക്കർ തങ്ങളുടെ അടുത്ത് പോകും ചെയ്യാം, റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് പോകും ചെയ്യാം. രണ്ടും സംഭവിക്കാം, രണ്ടും സംഭവിക്കാം. എന്താ തെളിവ്? പഠിച്ചോ? പൊട്ടന്മാരാകുന്നതിന് ഒരു മാനദണ്ഡമുണ്ടോ? പഠിച്ചോളൂ നിങ്ങൾ. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം ത്വാഹ റസൂലുള്ളാഹി. ഇനി അതിന്റെ താഴെയുള്ള ഹദീസ് കൂടി കേൾക്കണോ നിങ്ങൾക്ക്? പഠിച്ചോ, പറഞ്ഞു തരാ. പഠിച്ചോ, ഹദീസും ആയത്തും കൂടിയാ പറയാൻ പോകുന്നത്. അന ഔലന്നാസ് സയ്യിദുനാ റസൂലുള്ളാഹി അന ഔലന്നാസ് ബിൽ മുഅ്മിനീന ഫീ കിതാബില്ലാഹ്. ഞാൻ എല്ലാ മുഅ്മിനീങ്ങളോടും ബന്ധപ്പെട്ട ആളാണ്. അതുകൊണ്ട് ഫഅയ്യുകും മാ തറക ദൈനൻ ഔ വയ്യതൻ ഫദഉനി. നിങ്ങൾക്ക് കടം വന്നാൽ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വന്നാൽ നിങ്ങൾ എന്നെ വിളിച്ചോ. ഫദഉനി, എന്നെ വിളിച്ചോ. റസൂലുള്ളാഹി ഉദുനി അസ്തജിബു ലക്കും. അതേ വാക്ക് നബിന്റെ കാലശേഷം അതിന്റെ കേട്ടോ, ഹദീസ് കേട്ടോ, കേട്ടോ, ഹദീസ് പഠിച്ചു വെച്ചോളൂ. ഇൻ അലൽ അർദി, ഇൻ അലൽ അർദി മിൻ മുഅ്മിനിൻ. പഠിച്ചോ? ഈ ഭൂമിയിലുള്ള ഒരു മുഅ്മിനുമില്ല ഇല്ലാ ഉലൻ നാസിബി. ഞാൻ അയാളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്നോ. ഭൂമിയിലുള്ള മുഅ്മിനെ അറിയും ഞങ്ങളൊക്കെ പെടും. നിങ്ങൾ പെടുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ പെടും. ഭൂമിയിലുള്ള സർവ്വ മുഅ്മിനീങ്ങളും എല്ലാരും. പിന്നെ അന്നബിയോ ഞങ്ങളെ റസൂൽ ഞങ്ങളോട് ഔലന്നെയാണ്. അപ്പൊ വഫാത്തിന് ശേഷം റസൂൽ തന്നെയാണ്, അത് മാറില്ല. പഠിച്ചോളൂ നിങ്ങൾ, അറിഞ്ഞോ? അപ്പൊ ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. ഇൻ അലൽ അർളി മിൻ മുഅ്മിനീൻ. അതാ പഠിച്ചോ. നഫിന്റെ ശേഷമുള്ള നെക്കറൊക്കെ ഒന്ന് പഠിച്ചു മനസ്സിലാക്കി വെച്ചോളൂ. അത് ഉമൂമിനെ ഫായിദ ലഭിക്കും. അപ്പൊ ഒരു മുഅ്മിനുമില്ല, ഒരു മുഅ്മിനുമില്ല. എല്ലാവർക്കും പോകാം. ജീവിതകാലത്ത് പോയിട്ടുണ്ട്, ജീവിതത്തിന് ശേഷവും പോയിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, വിശുദ്ധ ഖുർആനിൽ ഞങ്ങൾ ഓതി അതിന്റെ വിശദീകരണത്തിൽ തന്നെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ ഫദ്ഉനി, നിങ്ങൾ എന്നെ വിളിച്ചോ. അതെല്ലാ മുഅ്മിനും പെട്ടതാണ്. ഒരു നാട്ടിലുള്ള ഒരു മുഅ്മിനുമില്ല എന്നോട് ബന്ധപ്പെട്ടിട്ടല്ലാതെ. അപ്പൊ ഞങ്ങളെ കയ്യിൽപ്പെട്ടതാണ്. നിങ്ങൾ അതല്ല നിങ്ങളല്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഈ ചങ്ങായി വരുന്ന മനസ്സിലാക്കിയാൽ നിങ്ങൾ മരിച്ചാറിനാണ് നശിച്ചു പോലാണ്. അല്ല, പഠിച്ചോ? റൂഹ് വിരിയല, റൂഹ് നശിക്കുന്നില്ല. അതാ ഇബ്നു തൈമിയ പറഞ്ഞത്, ഫഇന്ന അംറൽ അർവാഹ് മിൻ ജിൻസി അംറിൽ മലായിക. മലക്കുകളുടെയും ജിന്നുകളുടെയും കണ്ടല്ലോ, ആ ഗണത്തിൽപ്പെട്ടതാണ് ആത്മാക്കൾ. പത്താവ നോക്കേ. അപ്പൊ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അവരെ കറാമത്ത് നിൽക്കുന്നില്ല, ഇസ്സത്ത് നിൽക്കുന്നില്ല. അതുകൊണ്ട് പഠിച്ചോളൂ, ഏത് കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം തേടാനുള്ള പ്രകടമായ തെളിവാണിത്. ആ തെളിവ് ആയത്തും ഹദീസും ഞങ്ങൾ ഉദ്ധരിച്ചു. ഇനി വ്യക്തമാണ്, സ്വഹാബത്തിന്റെ നേരത്തെയും പറഞ്ഞു. നേരത്തെ ഞങ്ങൾ പറഞ്ഞല്ലോ, വഹദിയായ ഉമ്മു കുൽസൂം ബീബി റളിയല്ലാഹു അൻഹയുടെ സംഭവം പറഞ്ഞല്ലോ. അത് തന്നെ ഇനി മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായി മനസ്സിലാക്കിക്കോ. ഇൻകിതാ എന്ന് പറഞ്ഞ ആ സംഭവത്തിലെ
ആരെയും കാണാതിരിക്കണം എന്നാണെങ്കിൽ ആ ഉസൂലിനെ ഉദ്ധരിച്ചോ. മൂന്നിനും മറുപടിയായി. സ്വഹാബത്തിന്റെ സംബന്ധം നേരത്തെ പറഞ്ഞതിന് മൂന്നിനും മറുപടിയായെന്ന് പറഞ്ഞ മറുപടിയാവൂല. മൂന്നിനും മറുപടിയായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? എന്റെ വഫാത്തിന് ശേഷം നിങ്ങൾക്ക് വല്ല ആവശ്യവും നേരിട്ടാൽ അത് നിങ്ങൾ എന്നെ വിളിച്ച് ഇസ്തിഗാസ നടത്തിക്കോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ല സ്വഹീഹ് ഉദ്ധരിക്കാമോ എന്നാണ് നമ്മൾ ചോദിച്ചത്. റസൂലുള്ളാഹ് ഔലയാണ് എന്നുള്ള വിഷയത്തിൽ ആർക്കും കൂടെ തർക്കമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം നബിയെ ഞാൻ വരുമ്പോൾ നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്ത് പോയിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ല എന്നെ വിളിച്ച് നിങ്ങൾ പറഞ്ഞ കണക്കിനാണെങ്കിൽ എന്താ പറയേണ്ടത് റസൂലുള്ളാഹ്? എന്നെ വിളിച്ച് തേടിക്കോളൂ, എന്നെ വിളിച്ച് സഹായം തേടിക്കോളൂ, എന്നെ വിളിച്ച് പറഞ്ഞോളൂ എന്നല്ലേ? ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അഫ്തീനി ബി അബൂബക്കറിൻ, അതെ ഇല്ലം തജ്ദീനി ഫഅതി അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അടുത്ത് പോയിക്കോളൂ എന്നാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അങ്ങനെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ലോകത്ത് എവിടെയുള്ള ആളുകളാണെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മതമനുസരിച്ചാണ് ജീവിക്കുക. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പറയൂ, സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ജീവിതകാലത്ത് എന്തൊക്കെ പ്രയാസങ്ങൾ അവർക്കുണ്ടായി. ഒരാളും അവിടെ ഖബറിന്റെ അടുത്ത് റസൂലുള്ളാഹിനെ വിളിച്ചില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത ഉടനെ എന്തൊക്കെ തർക്കങ്ങൾ ഉണ്ടായി. ഇല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് അതിന് തെളിവ് ചോദിച്ചില്ല, പ്രവാചകനോട് സഹായം തേടിയില്ല. ആ വിഷയങ്ങളൊന്നും സഹാബികൾ ചെയ്തില്ല. മാത്രമല്ല, എന്റെ രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. എന്തായിരുന്നു? 6200 ചില്ലുവാനം ആയത്തുകൾ ഓതിപ്പടിച്ച സ്വഹാബികൾ. ആ സ്വഹാബികൾ തന്നെ അവരാണ് സന്മാർഗം പ്രാപിച്ചവരെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അവരിലൂടെയാണ് ഈമാൻ പഠിക്കേണ്ടത്. ആ സ്വഹാബികൾ റളിയല്ലാഹു അൻഹും അവർ ബദരീങ്ങളുമായി ഒരുമിച്ച് ജീവിച്ച ആളുകളായിരുന്നല്ലോ. കേരളത്തിൽ ബദരീങ്ങളെ സഹായിക്കണമെന്ന് വിളിച്ച് തേടുന്നുണ്ടല്ലോ. സ്വഹാബികളിൽ ആരെങ്കിലും ബദരിൽപ്പെട്ട ആളുകൾ മഹാന്മാരാണല്ലോ, അവരെ വിളിച്ച് സ്വഹാബികൾ ഇസ്തിഗാസ നടത്തിയതായി സ്വഹീഹായ ഹദീസിലൂടെ തെളിയിക്കാമോ? അത് ഇങ്ങോട്ട് കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ കൂട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വഹാബികളാണ് ഈ വിഷയത്തിൽ. സ്വഹാബികൾ ബദരീങ്ങളെ വിളിച്ച് സഹായം തേടിയോ? 2-3 ചോദ്യങ്ങൾ ഞാനിപ്പോ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉദ്ധരിച്ച സംഗതികളാവട്ടെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ, ആ സ്വഹാബികൾ അത് ചെയ്തു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞു എന്ത്? അത് റസൂലുള്ളാഹി ഔലയാണ്, എപ്പോഴും അങ്ങനെയാണ് എന്ന് പറയുന്നതല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ അങ്ങനെ ചെയ്തു എന്ന് തെളിയിച്ചില്ല. അതിനാണ് എന്റെ ചോദ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിവര്യന്മാർ അവർ ബദരീങ്ങളെ വിളിച്ച് തേടിയിട്ടുണ്ടോ? ബദരീങ്ങളെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് സ്വഹാബിവര്യന്മാർ വിളിച്ചു തേടിയിട്ടുണ്ടോ എന്ന് ഞങ്ങളുടെ അടുത്ത ചോദ്യമാണ്. ഇപ്പൊ 2-3 ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളിൽ സ്വഹീഹായ ഹദീസുകൾ ഉദ്ധരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയെങ്കിലും പഠിച്ചോ. ഹദീസും ആയത്തും മൂന്നും പറഞ്ഞുതരാം. നിങ്ങൾ ചോദ്യം നമ്പർ ചോദ്യം 1 ഹദീസല്ലേ വേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇൻ അലൽ അർളി മിൻ മുഅ്മിനിൻ, ലോകത്തുള്ള ഒരു മുഅ്മിനുമില്ല ഇല്ലാ അന ഔലൻ നാസി ബിഹി, ഞാൻ റസൂലുള്ളാഹിയുമായി അത്രയും ബന്ധപ്പെടാത്ത ഒരു മുഅ്മിനുമില്ല. ലോകത്ത് ഉണ്ടാവാൻ പോകുന്ന എല്ലാവരും അതിൽപ്പെട്ടു. എന്നിട്ട് പറയാണ് കേട്ടോ, അയ്യുക്കും മാ തറക ദൈനൻ ഔ ദയ്യതൻ ഫദഉനി, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുക, കടം വന്നാൽ, നിങ്ങൾ ബുദ്ധിമുട്ടായാൽ എന്നെ വിളിച്ചോ. ദുആ ശിർക്കാനല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത്? എന്ത് അപഹദീതായി? ഈ ആയത്താണോ വേണ്ടത്? പറഞ്ഞോ, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന അൻഫുസിഹിം. ഏറ്റവും വലിയ രസം എന്താ അറിയോ? ആ ആയത്തിന്റെ വിശദീകരണത്തിലാണ് ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇനി സ്വഹാബത്ത് ബദരീങ്ങളെ വിളിച്ചോ ഇല്ലേ പറഞ്ഞത്? നമ്മൾ പറഞ്ഞല്ലോ, ഉമ്മു കുൽസൂം ബീവി റളിയല്ലാഹു അൻഹ ആരോട് തേടി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തേടുന്നു പറഞ്ഞല്ലോ. ബദരീങ്ങളല്ലേ? ബദരീങ്ങളിൽ ഒന്നാമത്തെ ആളാണ് ത്വാഹ റസൂലുള്ളാഹി. എന്റെ പോയത്തക്കാരെ, നിങ്ങളൊക്കെ എവിടുന്ന് ആര് വണ്ടി കാറ്റി വിട്ടതാ? നിങ്ങളൊക്കെ സക്കരിയെ എന്തിനാ ഈ പണിക്ക് നിൽക്കുന്നത്? വേറെ വല്ല പണി നോക്കിയൂടെ? ആ തലയെക്കെട്ട് വെച്ച് നമ്മളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് സുന്നത്തേതാരില്ല, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി വന്നൊക്കെ ഒരു കോല നോക്കി നിങ്ങള്.
അപ്പൊ ഞങ്ങൾ പറയുന്നത് സ്വഹാബിയായ ആയിഷ ബീവിയോടാണ് പറഞ്ഞത്. പഠിച്ചോ, ഇനിയും ഇത് ചെയ്താൽ റസൂലുള്ളാഹിന്റെ ജാരത്തിന്റെ അടുത്ത് ഞാൻ പോകും. നിങ്ങൾ മറുപടി പറഞ്ഞു എനിക്ക് താണ്ടിയതാണ്. ഞാൻ ചോദിച്ചു, ഒരു സംഭവം നടന്നാൽ ആ സംഭവത്തിലുള്ള എല്ലാവരെയും കണ്ടാലേ ഹദീസിൽ ഇൻകിത്ത ഉണ്ടാവാതാവൂ എന്ന് ഉസൂലുണ്ടോ? അത് നിങ്ങൾ പറഞ്ഞു തരണം. മൂന്നാള് തമ്മിൽ നടന്ന സംഭവം ഒരാൾ പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. മൂന്നാളെയും കാണേണ്ടതുണ്ടോ? ഇല്ല. അപ്പൊ ഇൻകിത്താണ്ടെന്നുള്ള വാദം തെറ്റാണ്. പിന്നെ നിങ്ങൾ ഗൈറത്ത് എന്നൊക്കെ പറഞ്ഞു, അത് എല്ലാവർക്കും അറിയാം. ഉമർ റളിയല്ലാഹു അൻഹു വളരെ ശക്തമായ നിലപാടുള്ള ആളായിരുന്നു. അത് ബുഖാരിയിൽ തന്നെയല്ലേ അത് ഉമർ റളിയല്ലാഹുവിന്റെ ഗൈറത്തൊക്കെ. അത് നിങ്ങളെ ഹദീസുമായിട്ടും പഠിക്കാത്ത നിങ്ങൾ ഉത്തരവാദികളാണോ? അത് ശരീഅത്തിന്റെ ശക്തമായ നിയമ. അതുകൊണ്ട് ഫദഊനി എന്ന് വിളിച്ചോ. അന്നത്തെ കാലമുള്ളവർക്കല്ല. പിന്നെയോ മാമിൻ ഇന്നലല്ലാഹു മിൻ മുഅ്മിൻ, ഒരു മുഅ്മിനുമില്ല. നഫിന്റെ സിയാഖിൽ വന്ന നക്കറ മുഅ്മിനെ ഫൈദപ്പിക്കും. അയ്യോടുന്ന് കേട്ടിട്ടുണ്ടാവില്ലേ? തലകെട്ട് വെച്ച് കാര്യമുണ്ടോ? അപ്പൊ എല്ലാ മുഅ്മിനും പറ്റി. അപ്പൊ ആയത്തുമായി ഹദീസുമായി സ്വഹാബിന്റെ ചരിത്രമായി മിണ്ടി പോകരുത്. അതാ പിന്നെ കാര്യകാരനോട് പൊളിഞ്ഞെടുക്കാണ്. കാര്യകാരനം വേണ്ടിയിട്ടില്ല. ഇത് ഞങ്ങള് ഏകപക്ഷീയമായ ആക്രമണമാണ്. 100 കോടി ഒന്നിച്ചടിച്ചിരിക്കുകയാണ്. വെറുതെ അല്ല സക്കരിയ വരാന്ന്. സക്കരിയക്കറിയാ ഈ ഘട്ടത്തിൽ പോയാൽ ശരിയാവില്ല. സാദിക്കളെ വണ്ടി കാറ്റി വിട്ടതാ. പെടുകയാണെങ്കിൽ ഓന് പെട്ടോട്ടെ, സാദിക്കളല്ലേ പെടുള്ളൂ. ഞങ്ങൾ ഞങ്ങൾ ആയത്തും പറഞ്ഞു ഹദീസും പറഞ്ഞു സ്വഹാബത്തിന്റെ ചരിത്രവും മിണ്ടാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ കാര്യകാരണ ബന്ധം പൊളിയുകയും ചെയ്തു. ഞാൻ അർത്ഥം വെച്ചോന്നല്ല, ഉലക്ക് ഇമാമിങ്ങളെ അർത്ഥം വെച്ച് എന്ത് ആ തഫ്സീർ ശരിയല്ലെന്ന് പറ. ബുദ്ധിമുട്ടുണ്ടാകുമ്പോ സഹായിക്കുന്ന ആളാണ്. ഇനി നേരെ പറഞ്ഞത് വേണോ? ഒന്നുകൂടി പിടിച്ചോ. ഞാൻ നിങ്ങളുടെ ഒക്കെ സയ്യിദാണ്. സയ്യിദ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലദീ യുഫ്സൗ ഇലൈഹി ഫിൻ നവാഇബി വശദായിരി, ബുദ്ധിമുട്ടുകളിൽ അഭയം തേടാനുള്ള. അങ്ങനെ അഭയം തേടിയാലോ ഫയതഹമ്മലു അൻഹും മകാരിഹും വയദ്ഫഉഹാ അൻഹും, അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കും, അവരുടെ ബുദ്ധിമുട്ടുകളെ ഇല്ലാതെയാക്കും. ഇങ്ങനെ തന്നെ ചോദ്യം ചോദിക്കണ്ടേ? ശരിക്കും നോക്കി പഠിച്ചു വാ. ഇതൊക്കെ ഞങ്ങളെ പഠിപ്പിക്കാൻ തന്നെ മസ്കറ്റിൽ സംവാദം വെച്ചത്. സംഘാടകരെ അഭിനന്ദിക്കുന്നു. ഓരോ തൗഹീദ് ഒഴിഞ്ഞും ചെയ്ത് നമ്മൾ ആയത്തെ ഹദീസ് സംഭവം ഒരു ഹദീസ് കൂടി എക്സ്ട്രാ കൊടുക്കാണ്. ഇമാം നബവി പറഞ്ഞു, ഏത് മുസീബത്ത് ഉണ്ടാകുമ്പോഴും വിളിക്കാനുള്ള ആളാണ് ഞാൻ. ഒന്നുകൂടി പറഞ്ഞു. ഇതിനങ്ങനെ പറഞ്ഞത് ഈ ഹദീസിന്റെ ആശയം അനുസരിച്ച് അമൽ ചെയ്യാനാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഹദീസായി ആയത്തായി എല്ലായി സ്വഹാബത്തിന്റെ ചരിത്രവുമായി. ചോദ്യമുണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾ കാത്തിരിക്കുന്നു മറുപടി പറയാൻ. ചോദ്യം വിട്ടേ മറുപടി. ജിന്ന് വിട്ടിട്ടില്ല. ജിന്ന് വിടണ്ടെങ്കിൽ മുറുക്കെ പിടിച്ചോളൂ. നമ്മൾ പറഞ്ഞല്ലോ പിടിച്ചോ. അതിനുശേഷം ഇരുന്ന് നമുക്ക് എഴുതാം. പിടിച്ചോ. പിന്നെ എല്ലാം കൂടി ഇങ്ങോട്ട് തന്നെന്നാ പറയാ. ഞങ്ങൾ കൃത്യമായി ചോദിച്ചതിനാ മറുപടി വേണ്ടത്. എന്തായിരുന്നു കൃത്യമായ ചോദ്യം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു എന്ത്? വഫാത്തിന് ശേഷം നിങ്ങൾക്ക് വല്ല ആവശ്യം നേരിട്ടാൽ അതിന് സബലീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്നെ വിളിച്ച് ഇസ്തിഗാസ നടത്തിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തെളിവിട്ട് ഉദ്ധരിക്കാൻ പറ്റുമോ എന്ന എന്റെ ചോദ്യം. നിങ്ങൾ പറഞ്ഞ വിഷയമോ? വിഷയം എന്താ? അതിനാണ് ഞാൻ അതിന് കൃത്യമായി പറഞ്ഞു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞ വിഷയം. അവിടുന്ന് മടങ്ങി പോകുമ്പോ പറഞ്ഞു തിരിച്ചു വരണം. അപ്പൊ റസൂലുള്ളാഹിനോട് പറയുന്നു, അങ്ങ് മരിച്ചാലോ നബിയേ, അങ്ങ് മരിച്ചാലോ? അപ്പൊ കൃത്യമായി എന്ത്? അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു പോയിക്കോളൂ, അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു അടുത്ത് പോയിക്കോളൂ. അതിന്റെ അർത്ഥം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയം മരണശേഷം ആവശ്യം നേടാൻ അപ്പൊ ജീവിച്ചിരിക്കുന്ന ആളാരാണോ അയാളുടെ അടുത്ത് പോകണം എന്നാണ്. എന്തുകൊണ്ട് റസൂലുള്ള ഖബറിന്റെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞില്ല? എന്തുകൊണ്ട് റസൂൽ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞില്ല? അതാണ് നമ്മൾ ചോദിച്ച വിഷയം. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അങ്ങനെ ബദരീങ്ങളെ വിളിച്ചു തേടിയോ? ബദരീങ്ങൾ എത്ര ആളുകളുണ്ട്? അതാ ബദരീങ്ങളെ വിളിച്ചു തേടുന്നു. നിങ്ങൾ ബദരീങ്ങളെ വിളിച്ചു തേടിയോ? അത് റസൂലുള്ളാഹിനെ വിളിച്ചു തേടി എന്നുണ്ട്. എവിടെ? എന്താ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം നിങ്ങൾക്ക് വരുന്ന പ്രയാസത്തിനെ വിളിച്ച് തേടിക്കോളൂ എന്ന് പറഞ്ഞത് എവിടെ? സഹാബികൾ തേടിയത് എവിടെ? വഫാത്തിന് ശേഷം റസൂലുള്ളാഹിന്റെ സഹാബത്തിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി? എന്തൊക്കെ പ്രയാസങ്ങൾ വന്നു? ആ പ്രയാസങ്ങൾക്കൊക്കെ റസൂലുള്ളാഹിനോടാണോ സഹാബികൾ തേടിയത്?
ആണോ? സ്വഹാബികൾക്കുണ്ടായ പ്രശ്നങ്ങളിൽ സ്വഹാബികൾ അള്ളാഹുവിനോട് തേടി അല്ലേ? അള്ളാഹുവിന്റെ റസൂലിനോട് തേടിയോ? എന്തൊക്കെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഓരോ വിഷയങ്ങൾ, എല്ലാ പ്രശ്നങ്ങൾക്കും സ്വഹാബികൾ അള്ളാഹുവിനോട് തേടി. അല്ലാത്ത പ്രവാചകനോട് അവർ തേടിയോ? അതിനാ തെളിവ് ധരിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ശരിയാണ്, അത് സമ്മതിച്ചു. അതേ സമയത്തോ മരണശേഷം എന്താ റസൂലുള്ളാഹിനെ വിളിക്കണമെന്ന് അവിടുന്ന് പറഞ്ഞില്ല. അതിന് കൃത്യമായി സഹീഹ് ബുഖാരി പറഞ്ഞു. എന്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു, ഇല്ലം തജ്ദീനി ഫഅതി അബൂബക്കറിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇനി അന സയ്യിദു വൽദി ആദം, അന സയ്യിദു വലദി ആദം എന്ന ഹദീസ് അതും പറയട്ടെ. നിങ്ങൾ എന്താ പറഞ്ഞത്? പ്രയാസമുള്ള സമയത്തൊക്കെ വിളിച്ച് തേടാൻ പറ്റിയ ആളാണ് സയ്യിദ് എന്നാണ്. അങ്ങനെ സയ്യിദിന്റെ അർത്ഥം ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇല്ല നിങ്ങൾ പറയണില്ല. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതിന് ശേഷം വിളിച്ച് തേടാനുള്ള തെളിവായി സ്വഹാബികൾ അത് മനസ്സിലാക്കിയോ? സ്വഹാബികൾ അങ്ങനെ ചെയ്തോ? അന സയ്യിദു വൽദി ആദം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചല്ലോ. അതിനുശേഷം റസൂൽ എന്താ പറഞ്ഞത്? ഖിയാമത്ത് നാളിൽ ഞാൻ നിങ്ങളുടെ നേതാവാണ്. അന സയ്യിദു വലദി ആദമ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഞാൻ നേതാവാണ്. അപ്പോ ചില ആളുകൾ ആരാണ് ഈ ചില ആളുകൾ? അത് പറയണം. പിന്നെ അവര് പറയാ യൗമൽ ഖിയാമ. മറുപടി കണ്ടല്ലോ നിങ്ങളെ ഞാൻ ശരിക്കും പഠിപ്പിച്ചു. ഞാൻ മനസ്സിലാക്കി ഇയാള് നീട്ടി വളരുമ്പോ വല്ലതൊക്കെ ഉണ്ടാവും. ഒരു ചുക്കൂലാണ്, ഒന്നുമില്ല, വെറുതെ മേപ്പെട്ട് നോക്കി നടന്നുകൊണ്ട് സംവാദത്തിന് വന്നതാ. ശരിക്കും പഠിച്ചോ? അന സയ്യിദു വൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവ്. സയ്യിദ് എന്ന് പറഞ്ഞാൽ എന്താ? ചില ആളുകളല്ല. ഇമാം നബവി റഹിമഹുല്ലാഹ്, ഇമാം ഖാദിയാള് എന്താ പറഞ്ഞത്? അസ്സയ്യിദു ഹുവല്ലദി യുഫ്സു ഇലൈഹി ഫിന്നവാഇബി വസ്സദായിദി. ബുദ്ധിമുട്ടുണ്ടാവുമ്പോ ചോദിക്കാനുള്ള ആളാണെന്ന് റസൂലുള്ളാഹി. അങ്ങനെ ചോദിച്ചാലോ ഫയതഹമ്മലു വൻഹും മകാരിയഹും വയദ്ഫഉഹാ അൻഹും. അതെ, അവരുടെ വിഷമങ്ങൾ മാറ്റിക്കൊടുക്കാൻ കഴിയും. എന്തിനാ അങ്ങനെ പറഞ്ഞത്? ചോദിക്കാൻ വേണ്ടി. അപ്പം ഒരു പറയാ യൗമൽ ഖിയാമ എന്നുണ്ടല്ലോ ലാസ്റ്റ്. ഏത്? അപ്പൊ ഖിയാമത്ത് നാളിൽ സയ്യിദ് നിങ്ങൾ വരുന്നതിന് അഭിമാമിന് നേരത്തെ തന്നെ അറിയാം. അതുകൊണ്ട് ഞാൻ പറയാണ് യൗമൽ ഖിയാമ. യൗമൽ ഖിയാമ എന്ന് പറഞ്ഞത് ഏതുപോലെയാണ്? മാലിക് യൗമിദ്ദീൻ എന്നൊക്കെ പറഞ്ഞ പോലെയാണ്. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? അന്ത്യനാളിന്റെ ഉടമസ്ഥൻ. അപ്പൊ ഈ നാളിന്റെ ഉടമസ്ഥൻ റഹ്മാനിയ. അവിടെ വേറെ ആർക്കും ഉടമസ്ഥത ഉണ്ടാവില്ല. നിങ്ങൾ പെയ്യാറാണ്ട് നിങ്ങൾ നാളെ മുതൽ സുന്നിയായി. ഈ മ്ലാനത പാവം കുഴപ്പമില്ല, നാളെ മുതൽ സുന്നിയായിക്കോളും. ഞാൻ പറയുന്നത് നിങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളണം. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? അന്ത്യനാളിന്റെ ഉടമസ്ഥൻ. അന്ത്യനാളിന്റെ ഉടമസ്ഥൻ. അതുകൊണ്ട് ഇതിന്റെ ഉടമസ്ഥനല്ല. അവിടെ വേറെ ആർക്കും ഉടമസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞതാണ്. ഇതുപോലെ ഖിയാമത്ത് നാളിൽ സയ്യിദാണ് പറയാൻ വേറെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞു എന്ന് മാത്രം. രണ്ട് ലോകത്തും അവിടെ നിന്ന് ആവശ്യമില്ലാത്ത ചോദിക്കുമ്പോ പരിധി നോക്കുക, എവിടെ കിട്ടണ്. പിന്നെ പറയാ അത് മനസ്സിലാക്കിയ സ്വഹാബത്ത് ചോദിച്ചോ? അതെ, അത് മനസ്സിലാക്കിയ ആയിഷ പറഞ്ഞത്. അതിന് മറുപടി പറഞ്ഞ ഇങ്കിത്താണ്ടാ. ഞാൻ ചോദിച്ചല്ലോ, മൂന്നാളുള്ള ഒരു സംഭവത്തിൽ ഒരാളെ കാണാതെ പോയാൽ അത് ഇങ്കിത്താണോ? മറുപടി പറഞ്ഞിട്ടില്ല. മറുപടി പറയാൻ കഴിയൂല. കാരണം നിങ്ങളെ കുഴപ്പമില്ല, നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ കുഴപ്പമാണ്. അതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ആയത്തിന്റെ ഹദീസുമാണോ നബി പറയാണ്, ഭൂമിയിലുള്ള ഏതൊരാൾക്ക് വല്ല കള്ളത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടിയാൽ, അതുപോലെയുള്ള വിഷയം വന്നാൽ എന്നെ വിളിച്ചോ. സ്വഹീഹ് മുസ്ലിം. അപ്പൊ ആയത്തിന്റെ, ഹദീസിന്റെ, സഹാബത്തിന്റെ ചരിത്രമുണ്ട്, എല്ലാം റെഡി. കാരണം എന്താണ്? പ്രമാണങ്ങൾ ഞങ്ങളുടെ കൂടെ. നിങ്ങളെ കാര്യകാരണം എന്താ? ആയത്തില്ല നിങ്ങൾ സമ്മതിച്ച്, ഹദീസില്ലെന്ന് സമ്മതിച്ച്, പിന്നെ ഏതുമില്ല, ഇമാമിങ്ങൾ പറഞ്ഞിട്ടില്ല സമ്മതിച്ച്, എല്ലാം സമ്മതിച്ച് മുതലായി മസ്കത്ത് സംവാദം. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ആഘോഷിച്ചോളാം. ഞങ്ങൾ മാത്രമല്ല, കായക്കൊടിയും ആഘോഷിച്ചോളാം. ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ടി വരില്ല. ജിന്നിൽ കുടുങ്ങിയ ജിന്നൂരികളെ, നിങ്ങൾ ആദർശ പാപ്പരത്വം ഇവിടെ അല്ലാഹു ഞങ്ങളെ മുമ്പിൽ ഔലിയാക്കളെ മദദ് കൊണ്ട് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്.
നിങ്ങളെ പൊട്ടപ്പോയത്തെ ജനങ്ങൾ അറിയട്ടെ. ആയത്ത് നിങ്ങൾ പറഞ്ഞു ഗണ്ണിച്ചില്ല, ഹദീസ് പറഞ്ഞു ഗണ്ണിച്ചില്ല, സംഭവം പറഞ്ഞു ഗണ്ണിച്ചില്ല, നിങ്ങളെ കാര്യകാരണം പൊളിഞ്ഞു. പിന്നെ ജിന്ന് തൊട്ടിട്ടില്ല. ജിന്ന് തൊടൂലങ്ങള്. കാരണം എന്താ? ജിന്നിനോട് തേടിയ ശിർക്കല്ല, ഔലിയാക്കളോട് തേടിയ ശിർക്ക്. അതാണ് ഞങ്ങൾ അതിന്റെ ഡിഫറൻസ് ചോദിച്ചത്. ആ ബുദ്ധിയുള്ള എല്ലാവർക്കും ഒരേ അവസ്ഥയിൽപ്പെട്ടതാണ്. അത് പറഞ്ഞാ പിന്നെ അന്ന് നിങ്ങളില്ല. നമ്മൾ മാത്രമല്ല, ഓൺലൈനിലൂടെ ഇത് ലോകം മൊത്തം കാണുന്നുണ്ട്. നിങ്ങളെ മുസ്ലിം കേരളം ആദർശപരമായി കൈകാര്യം ചെയ്യും. ആയത്ത് പറഞ്ഞിട്ട് ഹദീസ് പറഞ്ഞിട്ട് മറിച്ച് അങ്ങോട്ടും തിരിച്ചു മറിച്ച് നോക്കുക. ഫോട്ടോ സ്റ്റാറ്റ് അറിയില്ലെങ്കിൽ ഞങ്ങളോടൊന്ന് വിളിച്ചു ചോദിച്ചുകൂടായിരുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും പഠിച്ചോ, അറിഞ്ഞോ. ഇത് ഏകപക്ഷീയ ആക്രമണമാണ്. സക്കരിയ വരാത്ത നിങ്ങളെ നഷ്ടമാണ്, കായക്കൊടി വരാത്ത നിങ്ങളെ നഷ്ടമാണ്. ഞാൻ പറഞ്ഞുതരാം ആയത്തും ഹദീസും ചരിത്രവും. അപ്പൊ അന സയ്യിദു വലദി ആദം എന്താണ് അതിന്റെ വിശദീകരണം? കൃത്യമായി നേതാവിന്റെ പ്രത്യേകതയാണ്. നേതാവിന്റെ പ്രത്യേകത അനുയായികളെ നന്മയിൽ നയിക്കുക എന്നതാണ്. അപ്പൊ നയിക്കുന്ന ആള് എന്നർത്ഥത്തിനാണ്. ചില ആളുകൾ ഈ വിഷയം പറഞ്ഞു. അതേ അർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലം സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതാക്കന്മാർ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അനുയായികൾക്ക് സാധാരണ നേതാവിന്റെ അടുത്ത് അനുയായികൾക്ക് വെള്ളമില്ല. നേതാവിന്റെ അടുത്ത് വരും വെള്ളം ചോദിക്കാൻ. അല്ലെ, വെള്ളമില്ല എന്താ കേട്ടാ? അനുയായികൾക്ക് എന്തൊരു വിഷയമുണ്ടോ? അവർ നേതാവിന്റെ അടുത്ത് വരും. സ്വാഭാവികമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മാത്രമല്ല, എല്ലാ നേതാക്കന്മാരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. എല്ലാ നേതാക്കന്മാരുടെ അവസ്ഥ തന്നെ. പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന സയ്യിദു വലദി ആദമ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ പ്രവാചകൻ തഖീദ്. ഈ എന്തുകൊണ്ട് ഇങ്ങനെ തഖീദ് പറഞ്ഞു? ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ ധാരാളം സയ്യിദുമാരുണ്ട് എന്നതിനർത്ഥം ഇവിടെ എല്ലാവരും സഹാബികളെ കൂട്ടത്തിൽ ഓരോരുത്തരും വിളിച്ച് പ്രാർത്ഥിക്കാണോ? അതാ സഹാബികളെ പേരിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഖൂമു ഇലാ സയ്യിദിക്കും, നിങ്ങളുടെ സയ്യിദിലേക്ക് നിങ്ങൾ എഴുന്നേറ്റ് ചെല്ലുക. അർത്ഥം വെക്കവിടെ. ആ സയ്യിദിന്റെ അർത്ഥം എന്താ? ഏത് പ്രയാസത്തിലും വിളിച്ചു തേടപ്പെടുന്ന ആളെന്നാണോ സഹാബി? ആണോ അസഹാബി? അല്ല. അങ്ങനെ പണ്ഡിതന്മാര് പഠിപ്പിച്ചില്ല. മാത്രമല്ല, ഇനി സയ്യിദെന്ന് ഓരോരുത്തരെ കുറിച്ചും പറയലുണ്ട്. ആ പറയുന്നതിലൊക്കെ അർത്ഥം എന്താണ്? സാധാരണ നേതാവ് എന്ന അർത്ഥത്തിനാണ് വിശദീകരിക്കുക. നേതാവ്